तुम सब लोगों को मैं नेशनल अकादमी के लिए स्वागत करता हूँ। आज हम NIOS का +2 हिंदी പഠന ചാറ്റിയ അതിൽ എല്ലാം ഹിന്ദിയിലുണ്ട് പറഞ്ഞാൽ മക്കൾക്ക് മനസ്സിലാവില്ല. इसलिए मैं മലയാളം भी कहती हूँ. तो 9 ചാപ്റ്റർ നമ്മൾ എടുത്തു കഴിഞ്ഞു. ഇനി 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പീഡിയം ഓർ ഗിഡിയം എന്നുള്ളതാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. പീഡിയം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം പരമ്പര, പാരമ്പര്യമില്ല, പരമ്പരകൾ, തലമുറകൾ എന്ന് പറയാം. ഓർ ഗിഡിയ എന്ന് പറഞ്ഞാൽ ഉരുളൻ ചെറിയ ചെറിയ കല്ലുകൾ, കുഞ്ഞിക്കല്ലുകൾ. അപ്പോൾ പരമ്പരയും കല്ല് കഷ്ണങ്ങളും ഒരു ഹാസ്യ കഹാനിയ, അതൊരു ഹാസ്യ കഹാനിയാണ്. ആ കഥ നമ്മൾ ഒരർത്ഥത്തിൽ കവിനെ ജോ കുച്ച് കഹാ ഹെ ഉസ്കെ വിപരീത അർത്ഥം में वह आ जाता है. കവി പറഞ്ഞതിൻ്റെ വിപരീത അർത്ഥമായിട്ട് നമുക്ക് ഇന്ന് എടുക്കാൻ പോകുന്നത്. कवि ഇവിടെ പറയണ कुछ युवा लोग आते हैं और कुछ बूढ़े लोगों को, मेरे जैसे लोगों को पकड़ते नहीं है, उन्हें देखता है और उनसे कहता है कि आप लोग पूजनीय है, आपको मंदिर में प्रतिष्ठा करके हम पूजा करते हैं, भोज देते हैं, ऐसा वैसा कहकर उन्हें मंदिर में बेच देते हैं नहीं स्थापित कर देते हैं. അപ്പോൾ ടീച്ചർ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്താ വെച്ചാൽ, ഒരു ദിവസം ഇങ്ങനെ പൂന്തോട്ടത്തിൽ നടക്കുന്ന കുറച്ച് വൃദ്ധന്മാരുടെ അടുത്ത് കുറച്ച് കുട്ടികൾ വരുന്നു, ചെറുപ്പക്കാരായിട്ടുള്ള കുട്ടികൾ വരികയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, വൃദ്ധന്മാരോട് എന്ത് പറയുന്നു, നിങ്ങൾ ഇപ്പോഴിങ്ങനെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടവരൊന്നുമല്ല, ഗുളിക കയ്യിൽ വെച്ച് നടക്കേണ്ടവരൊന്നുമല്ല, നിങ്ങൾ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ചിട്ട് ജൈസെ ദേവതാവുംക്ക് പൂജ കർത്താ ഹൈ ഐസി തുമേം ബി ഹം പൂജ കരേംഗെ, എങ്ങനെയാണോ ദേവന്മാരെ ആദരിച്ച് പൂജിക്കുന്നത് അതേപോലെ നിങ്ങളെയും മന്ദിരത്തിൽ സ്ഥാപിച്ച് ഞങ്ങൾ പൂജ നടത്തിത്തരാം എന്നാണ് പറയുന്നത്. അപ്പൊ ആ പൂജ നടത്തിത്തരാന്ന് പറഞ്ഞാൽ എന്താണ്, വലിയ കാര്യമാണ് എന്നൊക്കെ കരുതും. അമാരെ വൃദ്ധ ബി ഐസാൽ സ്വച്ഛ. അപ്പം പെട്ടെന്ന് കേട്ടപ്പോൾ അവർക്കും അതൊരു ഗുണമായിട്ട് തോന്നി. ലേക്ക് അന്തമേ ഉനെ കുറിച്ച് സന്ദേഹമൊക്കെയാ. അവസാനത്തിൽ ചെറിയൊരു സംശയം വന്നു. അപ്പം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ആരെന്തൊക്കെ ചെയ്യും, ഞങ്ങളുടെ സമ്പത്തുണ്ട്, മക്കളുണ്ട്, കുട്ടികളുണ്ട്, ഞങ്ങൾ ചെയ്യേണ്ട കുറെ കർത്തവ്യങ്ങളുണ്ട്, അതൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചു. तो उनका भी युवा लोग उत्तर देता है, वह सब हम करेंगे, അതെല്ലാം ഞങ്ങൾ ചെയ്തോളാം. तुम वहाँ बैठो और बाकी सभी कार्य हम देखते हैं. നിങ്ങൾ അവിടെ ഇരുന്നാൽ മതി. നിങ്ങളെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ഞങ്ങൾ ആദരിച്ച്, അതായത് പൂജ കർത്തഹ എന്നാണ്, പൂജിച്ചുകൊണ്ട് അവർ ഭോജ് ദേത്തഹ. ഭോജ് എന്ന് പറഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ നിവേദ്യം ചെയ്യില്ലേ, മൃഷ്ടാന ഭോജനമൊക്കെ കൊടുക്കില്ലേ, ദേവന്മാർ കഴിക്കില്ലെങ്കിൽ നമ്മളത് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ ഞങ്ങൾ ചെയ്തു തരാറുണ്ട്. ശരി, അങ്ങനെ പറഞ്ഞാൽ അപ്പം അത് കുറച്ചൊക്കെ ഈ ദേവന്മാരാകുന്ന വൃദ്ധന്മാർക്ക് ഇഷ്ടാവുന്നു. അപ്പോൾ ഒടുവിലൊരു വൃദ്ധനൊരു സംശയം തോന്നി, ഞങ്ങൾ എങ്ങനെ സമയം ചെലവഴിക്കുന്നു വെച്ചു. അപ്പൊ പറഞ്ഞു, തും സബ് ലോഗ് മിൽക്കർ അപ്പനെ പൂർവ്വ കാര്യമൊക്കെ യാദ് കരെ. നിങ്ങൾക്ക് കുറെ കാലമായില്ലേ. ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും ടീച്ചറും ഇപ്പൊ ഒരു വൃദ്ധാഹെ ലേക്ക് മുझे भी ऐसी ऐसी बातें करने के लिए पीछे गए. അതായത് പിന്നിൽ കഴിഞ്ഞു പോയിട്ടുള്ള എനിക്കും കുറെ കഥകൾ പറയണ്ട, നിങ്ങൾക്കുള്ളതിനെക്കാട്ടിലും കൂടുതലുണ്ട്. അപ്പൊ അവർക്കും അതുപോലെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള കഥകളൊക്കെ പറഞ്ഞിരുന്നോളി, തമ്മിൽ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ്, എനിക്ക് കഴിഞ്ഞായിരിക്കില്ല വേറൊരാൾക്കുണ്ടാവുക, അയാൾക്ക് കഴിഞ്ഞായിരിക്കില്ല വേറൊരാൾക്കുണ്ടാവുക. അപ്പൊ ഐസ കൽക്കർ എന്താണ് സമയം ബിത്താന ചാഹിയെ അങ്ങനെ പറഞ്ഞു. അപ്പം അത് ഏതാണ്ട് അപ്പോൾ ലോകമേ കുറിച്ച് സാഹിത്യകാരെ, അവരിൽ കുറച്ച് സാഹിത്യകാരുണ്ട്, അവരെന്ത് ചെയ്യുന്നു വെച്ചു. അപ്പം എനിക്ക് പുസ്തകമൊക്കെ ക്യാഹെ വിൽക്കാനൊക്കെയുള്ള ഉത്തരവാദിത്തം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്ക് തന്നാൽ മതി, വിറ്റ് കഴിഞ്ഞ് പൈസ തരാറിന് എല്ലാം കൃത്യമായി പറഞ്ഞ് ചെയ്യിച്ച് നിങ്ങൾ അവിടെ ഇരുന്നോളി, ഞങ്ങൾ നിങ്ങളെ വേണ്ട വിധത്തിലെല്ലാം നോക്കിക്കൊള്ളാൻ ഓക്കെ പറഞ്ഞ് ഈ വൃദ്ധന്മാരെയൊക്കെ കൂടെ ഒരു മന്ദിരത്തിൽ സ്ഥാപിക്കുന്നു. മന്ദിരത്തിൽ അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം വൃദ്ധന്മാർക്കൊരു സംശയം. വൃദ്ധന്മാർ അവിടെ ഇരുന്നു കൊണ്ട് കാണുന്നു യുവാ ലോക് എന്തൊക്കെ ചെയ്യുന്നു, കളിക്കുന്നു, പന്ത് കളിക്കുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, ആടുന്നുണ്ട്, സബ് കുച്ച് കത്ത ഹെ, എല്ലാം അവർ ചെയ്യുന്നു. ലേക്കിൻ ഈ വൃദ്ധം തോ മന്ദിർ കെ അന്തർ ചുപ്ചാപ്പ് ബൈത്ത ഹെ, വൃദ്ധന്മാരോ മന്ദിരത്തിൻ്റെ ഉള്ളിലും ഇണ്ടാതിരിക്കുകയാണ്. അപ്പോൾ കുച്ച് ലോകോങ്കോ, അതിൽ ചില ആൾക്കാർക്ക് വിഷമല്ല, കൊച്ച് ഈർഷ്യ യക്രോധ് ബിയാത്ത ഹെ, ഈർഷ്യയും ദേഷ്യവും ഒക്കെ കൂടെ വന്നു. നമ്മളിവിടെ പിടിച്ചിരിക്കാഞ്ഞ് യുവ ലോകയ്ക്കാ കത്തഹ, അവരുടെ ജീവിതം ആസ്വദിക്കുകയാണ്, അങ്ങനെ വിട്ടാൽ ശരിയാവില്ല എന്ന് ചില ആളുകൾ പറഞ്ഞു. അപ്പൊ ഉന്മേസെ ഏകനെ കഹ, ഒരാൾ പറഞ്ഞു, तो वह तो युवा लोग है, उन लोगों का ऐसी वैसी बातें करना है. അങ്ങനെയുള്ളവര് ആ യുവാക്കളെ അത് അനുഭവിക്കേണ്ടവരാണ്, അവർ ജീവിതം ആസ്വദിക്കേണ്ടവരാണ്, അതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഒന്നും പറയേണ്ട ആവശ്യമില്ലാന്ന്. പക്ഷേ കുറച്ച് ആളുകൾ അതിനെ എതിർക്കാൻ തീരുമാനിക്കുകയും വൈകുന്നേരം ബോച്ച് കെ ലിയെ ജോ യുവ ആത്തെ ഉൻകി ഓർ ഗിഡിയാം പെങ്കിനേലക, അങ്ങനെ വരുമ്പോഴേ ഇവരെന്ത് ചെയ്തു,
ഭക്ഷണമായിട്ട് അതായത് നിവേദ്യമായിട്ട് വരുമ്പോൾ ആ ആളുകളുടെ നേരെ ഒരു കല്ലെറിയുന്നു. കല്ലെറിഞ്ഞ് അപ്പൊ എന്തിനാണ് കല്ലെറിയുന്നു ചോദിച്ചു. അവിടെ തർക്കമാകുന്നു. തർക്കമായപ്പോൾ ഞങ്ങൾ അനുഭവിക്കേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ അനുഭവിക്കുന്നു, ഞങ്ങളെ പിടിച്ചിവിടെ ഇരുത്തിയിട്ട് നിങ്ങൾ ആസ്വദിക്കുക. ഉസ്കെ ബാത്ത് और कहने की कोई बात नहीं है. ഇനി അതിനെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. യുവാ ലോക तुम लोगों का भी मालूम हो जाएगा कि हम जैसे लोगों से तुम कैसा ബർത്താവ് करते हैं. അപ്പൊ ഞങ്ങളെപ്പോലെ വൃദ്ധന്മാരായിട്ടുള്ളവരോട് യുവാക്കളായിട്ടുള്ള നിങ്ങളുടെ ഇന്നത്തെ പെരുമാറ്റത്തെ പറ്റിയാണ് ലേഖൻ ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളെ പിടിച്ചൊരു മൂലയിൽ ഞങ്ങൾ പറയുന്ന ടീച്ചറും കുറച്ചെന്താണ്, കുറച്ചല്ല ആ കാലത്തിലേക്ക് പെട്ടോളാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളൊക്കെ നിങ്ങളുടെ യുവതലമുറകൾ എന്താ ആഗ്രഹിക്കുന്ന ഒക്കെ ഒരു മൂലയെ പിടിച്ചിരുത്തിയിട്ട് ബാക്കിയെല്ലാം നിങ്ങൾ. പക്ഷെ ഞങ്ങൾക്ക് അത് സഹിക്കോ? ഇല്ല. വൃദ്ധജനങ്ങൾക്കോ അത് കുറച്ചൊക്കെ എന്തായിരിക്കും, വിഷമം ഉണ്ടായിരിക്കും. അപ്പൊ ആ വിഷമത്തിന് ആ വൃദ്ധന്മാർക്ക് എന്തായിത്തീരുന്നു, ദേഷ്യമാവുന്നു. ദേഷ്യം കൊണ്ടിട്ട് അവരെ ആക്കുന്നു. എന്നാൽ കവി ലേഖൻ എല്ലാവരെയും പറയുന്നില്ല, കുറച്ചാളുകളെ പറയണം. അതിലൊരാളെ പറ്റി പറഞ്ഞിട്ടില്ലേ, യുവാക്കളുടെ ഭാഗം പറഞ്ഞൊരു വൃദ്ധനുണ്ട് പറഞ്ഞില്ലേ, അങ്ങനെയുള്ള വൃദ്ധന്മാരുണ്ട്. പക്ഷെ കവി പറയുന്നു എല്ലാവരെയും പറഞ്ഞില്ല എന്ന് അതിന്റെ വിമർശകൻ പറഞ്ഞെങ്കിലും ശരി. लेकिन मैं तो उन वृद्धों के पक्ष में होगा. क्यों? वृद्ध हो गए तो हम तुम अपने हाथों से ठाल देते हैं क्या? ऐसा नहीं होना चाहिए. वृद्धों को जो चाहिए उसे देना चाहिए, उनको करना चाहिए. വൃദ്ധന്മാർക്കും വൃദ്ധന്മാരുടെ ആ നിലയിൽ നിന്നുകൊണ്ട് അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ ചെയ്യാൻ അനുവദിച്ചേ മതിയാവൂ. ഐസ മതഹേ മേല, അങ്ങനെ ഒരു അഭിപ്രായം എനിക്കുണ്ട്. പക്ഷെ ഇവിടെ ഇതാണ്, വൃദ്ധന്മാരെ പിടിച്ച് മൂലയിലിരുത്തി യുവാക്കൾ ജീവിതം ആസ്വദിക്കുന്ന കണ്ടപ്പോൾ അതിൽ എല്ലാ വൃദ്ധന്മാർക്കും ഉണ്ടാവില്ല എന്ന കവി ലേഖനം പറയുന്നത്. ചിലർക്കെങ്കിലും ഇതുപോലുള്ള ദേഷ്യം കോപമൊക്കെ വരും, അവര് അതിനെ എതിർക്കുന്നു. യുവാക്കളിൽ നിന്ന് അവരവരുടെ അധികാരങ്ങൾ പിടിച്ചെടുക്കുന്നു. അത് പാടില്ല എന്ന് കവി ഒരു ഭാഗത്ത് പറയുന്നു, എന്നാൽ അത് നല്ലതാണെന്ന് മറ്റൊരു വൃദ്ധൻ പറഞ്ഞു അവിടെ വന്നു. അപ്പൊ അതാണ് ഇതിലെ കഥകള്. അപ്പൊ അതില് കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ. അതിലൊന്നാമത്തെ ചോദിക്കാവുന്ന ഇത്, അതായത് നിങ്ങൾ പിന്നെ ഒരു കാര്യം ടീച്ചർ എപ്പോഴും പറയുന്നതാണ്, വികല്പ ഷോർട്ട് നോട്ടുകളൊക്കെ ഉണ്ടല്ലോ നിങ്ങൾക്ക് അതിലെ പുസ്തകത്തിൽ തന്നിട്ടുണ്ട്, വികല്പ ചുൻകറിലേക്കാന്നല്ല. അത് ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടും ചോദിക്കുക, വികല്പമായിട്ടും നിങ്ങൾക്ക് തരൂട്ടോ. അത് നല്ലോണം പഠിച്ചിരിക്കുക. ആ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒരു 10-40 അതിൽ കൂടുതൽ മാർക്കിൻ്റെത് വരുന്നുണ്ട്. അപ്പൊ അത് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കി കൃത്യമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ജയിക്കാനുള്ള മാർക്ക് കിട്ടും. മറ്റുള്ളത് ചെയ്യണ്ടെന്നും പഠിക്കേണ്ടെന്നും അല്ല അതിനർത്ഥം കേട്ടോ. അപ്പൊ ആ ചെറിയതായിട്ട് ചെറിയ പ്രധാനപ്പെട്ടത് ഇത് മാത്രം നോക്കി പോകാനും അല്ല പറയുന്നത്. അത് നോക്കൂ, ഉപയുക്ത വികല്പ ചുൻകറിലേക്ക്. ദേവത ജബ് അകേല छूट गए तो उनका ध्यान तरुणों पर गया क्यों? ആ അമ്പലത്തെ കൊണ്ട് പിടിച്ചിരുത്തിയപ്പോൾ ദേവത മീൻസ് വൃദ്ധന്മാർക്ക് ഞങ്ങളുടെ ഒറ്റപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് വൃദ്ധന്മാര് യുവാക്കളുടെ നേരെ തിരിയുന്നു. എന്തുകൊണ്ട് എന്നാ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? ക്യോങ്കി, എന്തുകൊണ്ടെന്നാൽ ഉനോനെ വൃദ്ധോ കാ സ്ഥാൻ ലേ ലിയാ. അതാണ്, ഞങ്ങളവിടെ മൂലക്കിലേക്ക് ഇരുത്തിയിട്ട് ഞങ്ങളുടെ സ്ഥാനമൊക്കെ യുവാക്കളെ എടുത്തു എന്നുള്ളൊരു തോന്നല് വൃദ്ധോമേ ആകയാഹ, വൃദ്ധന്മാരിൽ വന്നു എന്നാണ് അർത്ഥം. വൃദ്ധ ബാത്തം കത്തെ കത്തെ ഏക് ദം ഉദാസ് ഹോ ഗയ ക്യോ. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതില് വൃദ്ധന്മാർക്കൊരു വിഷമം വന്നു. എന്തുകൊണ്ട്? ക്യോങ്കി വേ ദേവതാബനെ മന്ദിർമേൻ സജയത്തെ ആർ യുവ ആനന്ദ് മനാനയത്തെ. അപ്പോൾ ദേവന്മാരാന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പിടിച്ചിരുത്തിയേക്കുക, അതൊക്കെ ശരി. പക്ഷെ വൃദ്ധന്മാരെ അമ്പലത്തിൽ അവിടെ നമ്മൾ അറിയില്ല കുടിയിരുത്തി എന്നറിയില്ല, അതുപോലെ ഇരുത്തി. എന്നാൽ യുവാക്കൾ എന്ത് ചെയ്യുന്നു? പുറം ലോകത്ത് സ്വതന്ത്രമായ ആനന്ദത്തോടുകൂടെ ജീവിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് അവർക്ക് എന്ത് വരാൻ കാരണം? വിഷമം വരാൻ കാരണം. ഇനി വയോവൃദ്ധ സാഹിത്യകാരോക്കോ ദേവത ബനായ ജാത്താ ഹെ ഉസ്സെ ക്യാ ഹോത്താ ഹെ. വയോവൃദ്ധന്മാരായിട്ടുള്ള അവരുടെ സാഹിത്യകാരന്മാരെ പിടിച്ച് എന്ത് ചെയ്യുന്നു? ദേവന്മാരായിരിക്കുന്നു. ഉസെ ക്യാ ഹോത്താ ഹെ, അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. ഉസ്സെ യുവകോക്ക് സംസ്മരൺ സുനാസകെ. അതുകൊണ്ട് യുവാക്കൾക്ക് എന്താ കാര്യം ഉണ്ടായി? നിങ്ങൾ നിങ്ങളുടെ ഓർമ്മക്കുറിപ്പുകൾ എഴുതിക്കോളാൻ പറഞ്ഞില്ല. അതുകൊണ്ട് അവർക്ക് ഈ വൃദ്ധന്മാരുടെ ഓർമ്മക്കുറിപ്പുകൾ വായിക്കാനുള്ള അവസരം ലഭിക്കുന്നു. വയോവൃദ്ധ അടുത്തത് ലड़के इस समय न जाने क्या कर रहे होंगे. वृद्ध के इस कदम में कौन सा भाव नीत है. കുട്ടികൾ ഇപ്പൊ എന്താ ചെയ്യുന്നു എന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താണ് അതിൽ നിന്ന് വരുന്ന ഉദ്ദേശം? വൃദ്ധക്ക് ഇസ് കഥന്മേ ദേവത ബൻ ജാനെ പർ ഭി മോഹന്ന ചോട് പാനേക്ക ഭാവ് നീതി ഹെ. അതായത് കുട്ടികൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വൃദ്ധന് ആ കുട്ടികളോടുള്ള അവരെന്ത് ചെയ്യാണ്, എന്തെടുക്കുകയായിരിക്കും, ഭക്ഷണം കഴിച്ചോ ഇല്ല എന്നൊക്കെ ഉള്ള ഒരു തോന്നൽ വരെയാണ്. അതാണ് അവരുടെ മക്കൾ കഴിച്ച, അച്ഛൻ മക്കൾ കഴിച്ചോ, പേരക്കുട്ടികൾ കഴിച്ചോ, അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നൽ വൃദ്ധന്മാരായവർക്ക് ഉണ്ടാകും. അപ്പൊ അമ്പലത്തിൽ കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ടോ അവരുടെ മനസ്സിൽ നിന്ന് ആ ചിന്താഗതി
ഉപേക്ഷിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അതായത് അവരവരുടെ ജന്മസിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റില്ല. എവിടെ ദേവന്മാരല്ല അതിലപ്പുറം കൊണ്ട് പ്രതിഷ്ഠിച്ചിരുത്തിച്ചാലും. അതൊരു കുറച്ച് വലുതല്ല, ഷോർട്ടാണ്, 1 മാർക്ക് 2 മാർക്കിൻ്റെ ഒക്കെ ആയിട്ട് ചോദിക്കാവുന്നതാണ് കേട്ടോ. ഈ രചന സാഹിത്യ ക്ഷേത്രക്കെ യുവകോ और वृद्धों की क्या സ്ഥിതി സ്പഷ്ട करता है. ഈ കഥ സമൂഹത്തിലെ വൃദ്ധന്മാരുടെയും യുവാജനങ്ങളുടെയും യുവാക്കളുടെയും ഏത് സ്വഭാവത്തെ അല്ലാതെ ഭാവത്തെയാണ് ചിത്രീകരിക്കുന്നത്, അല്ല നമുക്ക് വ്യക്തമാക്കി തരുന്നതെന്നാണ് ചോദിക്കുന്നത്. പീഡിയ और ഗഡിയ एक വ്യംഗ്യ രചന है. വ്യംഗ്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഹാസ്യരചന. അതായത് നല്ലതെന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് അർത്ഥം കിട്ടുന്ന എന്തായിരിക്കും, വിപരീത അർത്ഥമായിരിക്കും. അങ്ങനെ പറയുന്നതാണ് പരിഹസിച്ച് പറയാന്നൊക്കെ പറയില്ല, അതിനാണ് ഹാസ്യ കഥ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കഥയാണിത്. ജോ സാഹിത്യ ഈ സാഹിത്യ ഒരു മിനിറ്റ് जो साहित्य क्षेत्र के वृद्धों और युवकों की मानसिकता को स्पष्ट करती है. അതായത് ഇപ്പൊ നമുക്ക് പറഞ്ഞ വ്യംഗ്യ രൂപത്തിലാണെങ്കിലും വൃദ്ധന്മാരുടെയും യുവാക്കളുടെയും മാനസികാവസ്ഥ വ്യക്തമാക്കി തന്നു. യുവാക്കൾക്ക് വൃദ്ധന്മാരിൽ നിന്ന് അധികാരങ്ങൾ പിടിച്ചെടുക്കണമെന്ന്, യുവാക്കൾ എന്ത് വിചാരിച്ചു, ഞങ്ങൾക്ക് നല്ലൊരു സ്ഥാനം കിട്ടിയെന്ന് വിചാരിച്ച അമ്പലത്തിൽ കയറിയിരുന്നു. പക്ഷെ അവിടെ ഇരുന്നപ്പോഴാണ് അവർക്ക് തോന്നുന്നത്, എന്താ ഈ യുവാക്കൾ ചെയ്ത് ഞങ്ങളെങ്ങനെ ഒരു കുരുക്കപ്പെടുത്തിയിട്ട് ഞങ്ങളുടെ അധികാരമെല്ലാം അവർ കയ്യേറ്റം ചെയ്തു എന്നുള്ള ഭാവം മനസ്സിലാവുന്നത്. व्यंग्य क्या है. पीडिया और गड्डियाम एक व्यंग्य रचना है. सिद्ध कीजिए. വ്യംഗ്യ ഹാസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? പീഡിയ ആർ ഗഡിയാം ഈ കഥയിൽ നിന്ന്, അത് ആ രചയിൽ നിന്ന് നമുക്ക് എങ്ങനെ ഇത് തെളിയിച്ചെടുക്കാൻ പറ്റുന്ന നോക്കണം. ജബ് കഹി ഗയി ബാത് കാ അർथ कुछ और हो तथा जो किसी विसंगति पर चोट करता हो व्यंग्य कहलाता है. നമ്മൾ പറയുന്നത് നല്ല രീതിയിലാണെങ്കിൽ അതിന്റെ അർത്ഥം വിപരീതമായിട്ട് വരിക. ഇപ്പൊ ഇവിടെ വൃദ്ധന്മാരെ പിടിച്ച് അമ്പലത്തിൽ ഇരുത്തുന്നു, വേണ്ട വിധത്തിൽ പൂജിക്കുന്നു എന്നൊക്കെ പറഞ്ഞാലും ശരി, ആ വൃദ്ധന്മാരോട് ചെയ്യുന്ന കവിയുടെ അഭിപ്രായത്തിൽ അത് അന്യായമായിട്ടല്ല എന്നാണ് കവി ഒടുവിൽ പറയുന്നത്. അതേ വൃദ്ധന്മാരിൽ ഒരാള് യുവാക്കളുടെ ഭാഗം പറയുന്നുണ്ട്. അതിൽ നിന്ന് കവി പറയുന്നത് എന്താ, എല്ലാ വൃദ്ധന്മാരും ഇങ്ങനെ ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. പക്ഷെ അതിലും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതൊക്കെ മനസ്സിലായിക്കോളും. അപ്പോഴേ ആ വൃദ്ധന്മാരെ മനസ്സിലാക്കാതെ പ്രവർത്തിച്ച യുവാക്കളെ ഒരു തരത്തിൽ പരിഹസിക്കുക ചെയ്യുന്നത്, എന്നാൽ മറ്റൊരു തരത്തിലോ വൃദ്ധന്മാരെയും പരിഹസിക്കുക, 2 കൂട്ടരെയും അങ്ങോട്ടും ഇങ്ങോട്ടും പരിഹസിക്കുന്ന ഒരു കഥയായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. പറയുമ്പോഴെന്താ, വൃദ്ധന്മാരെ നല്ല നിലയിൽ നോക്കുന്നു, ഇവിടെയാണോ യുവാക്കൾ നല്ല കാര്യം ചെയ്ത് ഇപ്പുറം വന്നിട്ട് കളിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ആ കളിക്കുകയും ചിരിക്കുകയും കണ്ടപ്പോഴാണ് വൃദ്ധന്മാർക്ക് എന്താ പറയാ, ആ മനസ്സിലെ തന്റെ അധികാരം തട്ടിയെടുത്തല്ലോ എന്നുള്ള ഭാവം വരുന്നത്. ലേഖകനെ വൃദ്ധോं को देवता बनाकर मंदिर में बिठाया था. युवा लोग बाहर वृद्धों की सभी बातों पर हाथ बढ़ाकर जीने लगा है. ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വൃദ്ധന്മാരെ പിടിച്ച് അമ്പലത്തിൽ ഇരുത്തി പുറത്ത് യുവാക്കൾ വൃദ്ധന്മാരുടെ എല്ലാ അധികാരത്തിലും കയ്യേറ്റം ചെയ്ത് അവരങ്ങോട്ട് സൂക്ഷിച്ച് ജീവിക്കുന്നു. ജീനലക ये देखकर वृद्धों को गुस्सा आया. ഇത് കണ്ടപ്പോൾ വൃദ്ധന്മാർക്ക് അവന്റെ ദേഷ്യം വന്നു. वो मंदिर छोड़कर അവര് അമ്പലം ഒഴിവാക്കിയിട്ട് യുവകോं पर गड्डियां फेंकने लगा. യുവാക്കളിൽ കല്ലെറിയാൻ തുടങ്ങി. लेखक व्यंग्य रूप से ये कहना चाहता है कि वृद्धों को जिंदगी कुछ सीमाएं होती है, उस सीमा के बाहर नहीं जाना चाहिए. यही सूचना लेखक देता है. അപ്പൊ ഇവിടെ ഈ ലേഖകം പറയുന്നത് വൃദ്ധന്മാർക്ക് ജീവിതത്തിൽ ഒരു അതിർത്തി ഉണ്ടെന്ന് പറയണം. लेकिन मैं कहता हूं कि ऐसी सीमा खींचकर उन सीमा पर रखने वाले नहीं है वृद्ध. मैं अपना मत प्राण किया है. വൃദ്ധന്മാർക്കൊരു അതിർത്തിയും വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങോട്ട് കടക്കരുത് വന്ന് ഇരുത്തേണ്ടവരല്ല വൃദ്ധന്മാര് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ ഇപ്പൊ ലേഖകൻ അതാണ് പറഞ്ഞിട്ടുള്ളത്. ജിന്ദഗി പർ കുച്ച് സീമായി ഹോത്തി ഹൈ, ഉസ് സീമാ കെ ബാഹർ നഹീ ജാനാ ചാഹിയെ. ഒരിക്കലും ഈ കവിയും ചിലപ്പോൾ വൃദ്ധനായപ്പോൾ ഇതെല്ലാം അനുഭവിച്ചിരുന്നിരിക്കാം. കവിപ്പഴില്ല, അദ്ദേഹത്തിന്റെ കഥകള് പറയാൻ വാർദ്ധക്യത്തിൽ ഉണ്ടാവുന്ന അനുഭവങ്ങൾ എന്തൊക്കെയായിരിക്കും, വരച്ചിട്ടുണ്ട് അങ്ങോട്ട് പോവരുതെന്ന് വിചാരിച്ച് വൃദ്ധനായ കവിക്കും ലേഖകനും കഴിഞ്ഞിട്ടുണ്ടാവില്ല. ആ വൃദ്ധാവസ്ഥ ക്യാ ക്യാ ഹോ ജായേങ്കെ വ അപ്പനെ ബസ് കി ബാത്ത് രഹി ഹൈ. വാർദ്ധക്യത്തിൽ എന്തൊക്കെ വരും എന്ന് പറയാൻ നമുക്ക് ആർക്കും പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരിക്കലും ഒരു സീമ വരച്ച് അതിന്റെ അടിയിൽ ഉള്ളിലിരിക്കണം എന്ന് പറഞ്ഞത് എന്റെ അഭിപ്രായത്തിൽ ദൂസരോക്കെ ബാത്ത് രഹി ഹൈ. യഹി സൂചന ലേഖക് ദേത്തെ ഹൈ. അങ്ങനെ ഒരു സൂചനയാണ് കവി നമുക്ക് തരുന്നത്. ഇനി അടുത്തത്, ലേഖകനെ सभी वृद्धों पर व्यंग्य किया है या खास प्रकार के वृद्धों पर. ലേഖകൻ എല്ലാ വൃദ്ധന്മാരെയും എന്താക്കിയിട്ടുണ്ട്, കളിയാക്കിയിട്ടുണ്ടോ, അത് ചിലരെ മാത്രമാണോ ചോദിക്കുന്നത്. പാഠ്യ ഉദാഹരണം ദേത്തെ ഹുയെ അപ്പനി ബാത് സിദ്ധ കീജിയെ. അതിന് പാഠത്തിൽ അതിന് ഒരു ഉദാഹരണം ഉണ്ട്, അതെടുത്ത് പറയാനാണ് പറയുന്നത്. ലേഖകനെ ഖാസ് വൃദ്ധോं पर व्यंग्य किया है, सभी वृद्धों पर नहीं है. ചില
വൃദ്ധന്മാരെയെ ലേഖകൻ പരിഹസിച്ചിട്ടുള്ളൂ, എല്ലാവരെയും കൂട്ടി പറഞ്ഞിട്ടില്ല. ഈ സുധാരൻ ഹമേ मंदिर में वृद्ध युवा लोगों के बारे में बातें करते समय देख सकते हैं. ആ കാര്യം നമുക്ക് വൃദ്ധന്മാർ തമ്മിൽ യുവാക്കളെ പറ്റി പറഞ്ഞല്ല, അമ്പലത്തിൽ ഇരുന്നുകൊണ്ട് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ആ സംഭവം നോക്കൂ. ഏക്ക് വൃദ്ധ യുവാക്കെ പക്ഷക്കത്തെ, അതിലൊരാൾ വന്ന് പറഞ്ഞിട്ടല്ലോ, അവർ കുട്ടികളാണല്ലോ, അവർ കളിച്ചോട്ടെ, അവരുടെ കാലപ്പം അതല്ല. ഭക്ഷണത്തിന്റെ കാര്യം പറയുന്നുണ്ട്, യുവാക്കളല്ല, അവർ കഴിക്കട്ടെ, അവരെത്ര കഴിച്ചാലും അവർക്ക് ദഹിക്കാനുള്ള ശക്തി ഉണ്ട്. നമ്മളാണെന്ന് വെച്ചാൽ ഇത്തിരി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അജീർണം പിടിക്കുക എന്നൊക്കെ പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അതാണ് ലേഖ എന്ത് ചെയ്തിട്ടുള്ളത്, യുവാക്കള് വൃദ്ധന്മാരും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു തന്നെ. എല്ലാ വൃദ്ധന്മാരെയും പരിഹസിച്ചിട്ടില്ല എന്നും കവി നമ്മൾക്ക് സാക്ഷ്യപ്പെടുത്തി തരുന്നത്. पक्ष कहते हैं, वह कहता है कि वे युवक है, तरुण है, खाने खेलने लायक है. അപ്പം ആ വൃദ്ധ യുവാക്കളുടെ ഭാഗം പറഞ്ഞ വൃദ്ധൻ എന്താ പറഞ്ഞത്, അവർ കുട്ടികളല്ല, കളിക്കട്ടെ, എടുക്കട്ടെ. ഖാനെ ഖേലിനെ ലായക്ക, അവർ തിന്നാനും കളിക്കാനും യോഗ്യന്മാരാണ്. ഇപ്പോൾ കുച്ച് കാം കരയെങ്കിൽ തോ ഘാസ് ഫൂൽ ജായേഗി. അപ്പൊ ഭക്ഷണം കഴിച്ചാൽ അവർക്ക് കുറെ സന്തോഷിക്കാനുള്ള അവസരം കിട്ടുന്നു. യേ ഭോഗ് ജീവൻ ഹമാരെ ലിയ നെയ്യ, അങ്ങനെയുള്ള ആർഭാടമായ ജീവിതം വൃദ്ധന്മാരായ നമുക്കുള്ളതല്ല. ആദിസെ ലേഖ് ഇസ് കഹാനി ക തത്വ ഹമേൻ സമझाता है. ഇങ്ങനെയുള്ള കുറച്ച് ഉദാഹരണങ്ങൾ ആ കഥയിലുണ്ട്. അതിൽ നിന്നാണ് നമുക്ക് അങ്ങനെ ഒരു ഉദാഹരണം എല്ലാവരെയും ഒന്നിച്ച് പറഞ്ഞിട്ടില്ല എന്നുള്ളതിന്റെ തെളിവ് ലേഖകൻ തരുന്നത്. അപ്പൊ ഈ കഥ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒക്കെ വീട്ടിലെ വയസ്സന്മാരുണ്ടല്ലോ, അടച്ചിടണ്ട കേട്ടോ. അടച്ചിട്ട് കഴിഞ്ഞാൽ അവിടുത്തെ വേണമെങ്കിൽ എന്ത് ചെയ്യും, ചുമരൊക്കെ മാന്തി പറിച്ച് നിങ്ങളെ ദേഹത്തേക്ക് എറിയുക, സൂക്ഷിച്ചോളാം. അപ്പൊ ഇതാണ് പീഡിയാം ഓർ ഗിഡിയാം എന്നുള്ള കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അടുത്തത് സുഭദ്രാകുമാരി ചൗഹാന്റെ 13ാമത്തെ അധ്യായമാണ്. അതാണ് എടുക്കുന്ന മഹാദേവി വർമ്മ എഴുതിയതാണ്. സുഭദ്രാകുമാരി ചൗഹാൻ കെ ബാരേമേ. സുഭദ്രാകുമാരിയുടെ കഥയെന്ന് പറയാനില്ല, സംസ്മരൺ, ഓർമ്മക്കുറിപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ രേഖാചിത്രം എന്ന് പറയാം. ചിത്രം എന്ന് നിങ്ങൾക്ക് അറിയാം, ബ്രഷ്, പെയിന്റ്, ഇങ്ങനെ കളറൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നതിന് ചിത്രം എന്ന് നമ്മൾ. രേഖാചിത്രത്തെ വാക്യോൻസെ ബനായ ജാത്താ ഹൈ. രേഖാചിത്രം എന്ന് പറഞ്ഞാൽ വാക്കുകളെ കൊണ്ട് അല്ലെ വാക്യങ്ങളെ കൊണ്ട് ഉണ്ടാക്കുന്ന ചിത്രം. അതായത് ഇപ്പൊ ഒരു കഥ ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് സുഭദ്രാകുമാരി ചൗഹാൻ ആരാണ് എന്നുള്ളത് നമ്മളുടെ മനസ്സിൽ വരും. അങ്ങനെ ഈ കഥയിലൂടെ എപ്രകാരമാണോ ആ സുഭദ്രാകുമാരി ചൗഹാൻ अपने मन में പ്രതിഷ്ഠിത് ഹോ ജാതാ ഹൈ, ഉസി കോ കഹത്തെ ഹൈ രേഖാചിത്ര. അപ്പൊ അതിനെയാണ് രേഖാചിത്രം എന്ന് പറഞ്ഞത്. ഉസ്കെ സാത്ത് കവിനെ സംസ്മരൺ കർത്തെ ഹൈ, ഓർമ്മിച്ചെടുക്കണം, പൂർവ്വകാല ചരിത്രത്തെ ഓർമ്മിച്ചെടുക്കണം. അതുകൊണ്ട് ഇതൊരു ഓർമ്മക്കുറിപ്പ് കൂടിയാണ്. അപ്പൊ അങ്ങനെ രണ്ട് വിധത്തിലുള്ള ഒരു കഹാനി എന്ന് പറയാൻ പറ്റില്ല, ഒരു ഓർമ്മക്കുറിപ്പായിട്ടാണ് ഈ ലേഖനം നമുക്ക് വായിക്കാനുള്ളത്. സുഭദ്രാകുമാരി ചൗഹാനും മഹാദേവി വർമ്മയും രണ്ടുപേരും ഹിന്ദി സാഹിത്യത്തിലെ പ്രസിദ്ധരായിട്ടുള്ള കവയിത്രികളാണ് കേട്ടോ. അപ്പൊ നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ചിത്ര രംഗ് और ബ്രഷ് से बनाया जाता है. ചിത്രം എന്ന് പറയുന്ന ബ്രഷും പെയിന്റും ഉപയോഗിച്ചിട്ടൊക്കെ കളറൊക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കുന്നു. किंतु जब वही चित्र शब्दों के माध्यम से बनाए जाते हैं और उससे जुड़ी जानकारी लोगों तक पहुंचाई जाती है तो उस विद्या को शब्द चित्र या रेखा चित्र कहते हैं. എന്നാൽ ഇതേ കാര്യം തന്നെ ബ്രഷും കളറൊക്കെ ഉപയോഗിച്ച് നമ്മൾ ഒരു ചിത്രം വരച്ച് നമുക്ക് ആ ചിത്രം എന്തിനാ സൂചിപ്പിക്കുന്നു എന്നുള്ള മനസ്സിലാക്കി തന്നു. അതേപോലെ പെന്നുകൊണ്ട് വാക്കുകളെ കൊണ്ട് നമുക്ക് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു സംഭവത്തിന്റെ ചിത്രം നമ്മളുടെ മനസ്സിൽ ഉണ്ടാക്കിച്ച് തരുന്നതിനെയാണ് എന്ത് പറയുന്നത്, രേഖാചിത്രം എന്ന് പറയുന്നത്. രേഖാചിത്ര സാഹിത്യക്ക് മഹത്വപൂർണ്ണ വിധാനം, സാഹിത്യ രംഗത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ് ഈ രേഖാചിത്രം എന്ന് പറയുന്നത്. മഹാദേവി വർമ്മ ദ്വാര ലിഖിത് സുഭദ്ര കുമാരി ചൗഹാൻ में सुभद्रा कुमारी चौहान के जीवन, कर्म और उनके सामाजिक जीवन के संघर्षों का वर्णन किया गया है. ഈ പറഞ്ഞ രേഖാചിത്രത്തിലെ മഹാദേവി വർമ്മ സുഭദ്രാകുമാരി ചൗഹാന്റെ ജീവിതത്തിലെ എന്താണ് ആ ജീവിതത്തിനെ പറ്റിയുള്ളതും അവരുടെ കർമ്മത്തിനെ പറ്റിയും അവരുടെ സാമാജിക് ജീവൻ, സാമൂഹ്യ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു ചിത്രമാണ് നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. इसलिए इसे संस्मरणात्मक രേഖാചിത്ര കഥ. അതുകൊണ്ട് ഇതിനെ സംസ്മരണാത്മക രേഖാചിത്ര, ഓർമ്മക്കുറിപ്പിന്റെ ഒരു രേഖാചിത്രം എന്നാണ് പറയുന്നത്. ലേഖിക कहती है कि उनके अतीत की चित्रशाला में सुभद्रा कुमारी चौहान के संज्ञा का चित्र, संज्ञा नहीं सख्य मतलब दोस्ती का चित्र पहली कोडी में रखा जा सकता है. സുഭദ്ര കുമാരി ചൗഹാന്റെ ഓർമ്മകള് മഹാദേവി വർമ്മയുടെ ഓർമ്മകളില് ഒന്നാമത്തെ സ്റ്റേജിലാണ് നിൽക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ഓർമ്മ
വരിക മഹാദേവി വർമ്മയ്ക്ക് ആരെ പറ്റിയായിരിക്കും? സുഭദ്രാകുമാരി ചൗഹാനെ പറ്റിയാണ് എന്നാണ് പറയുന്നത്. तो इतने वर्षों के उपरांत उसकी सब रंग रेखाएं अपनी सजीवता में स्पष्ट होती है. അപ്പൊ കുറെ വർഷങ്ങൾ കഴിഞ്ഞു, ഇപ്പൊ ഇവിടെ 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ അല്ല പഠിക്കുമ്പോഴാണ് സുഭദ്രാകുമാരിയും മഹാദേവി വർമ്മയും കൂടെ കൂട്ടുകാരാവുന്നത്. അതിന്റെ സന്ദർഭമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് കഴിഞ്ഞ കാര്യങ്ങള് ഇത് എഴുതുമ്പോൾ സുഭദ്രാകുമാരി ചൗഹാനെ പറ്റി എഴുതുക, മഹാദേവി വർമ്മ വലിയൊരു കവയിത്രി ആയതിനു ശേഷമാണ് എഴുതുന്നത്. അപ്പൊ അത്രയും കൊല്ലങ്ങൾക്ക് ശേഷം എന്നാണ് പറയുന്നത്. ഇന്നും സുഭദ്രാകുമാരി ചൗഹാന്റെ ചിത്രം, അതായത് രൂപം മഹാദേവി വർമ്മയുടെ മനസ്സിൽ ഉച്ചകോടിയിൽ നിൽക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ രേഖാചിത്രം നമ്മൾ കൂടി പറഞ്ഞു തരികയാണ് ലേഖിക ചെയ്യുന്നത്. 5वीं कक्षा के विद्यार्थी से प्रश्न करते हैं. 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിയോട് ഒരു ചോദ്യം, ആ കണ്ടുമുട്ടിയ ആ സന്ദർഭമാണ് കേട്ടോ പറയുന്നത്. ഒരു ചോദ്യം ചോദിക്കാം, ക്യാ തും കവിത ലിഖ്തി ഹോ? നീ കവിത എഴുതാറുണ്ടോ എന്ന് ചോദിക്കാനാണ്. തോ ദൂസരീന, അപ്പൊ മറ്റവൾ എന്ത് പറയുന്നു? സിർ ഹിലാക്കർ തലയാട്ടിക്കണം. തലയാട്ടിയപ്പോ അത് ഹേ എന്നും എടുക്കാം, നെഹി എന്നും എടുക്കാം. എഴുതുന്നുണ്ടെന്നോ അവ എഴുതുന്നില്ല എന്നുള്ള തരത്തിലാണ് ആ കുട്ടി തലയാട്ടി കൊടുത്തത്. ജിസ്മേ ഹാ और नहीं एक हो गए. लेखिका जब उस लड़की को खींच कर ले जाती और उनके गणित की किताब उड़ाकर देखती है. അപ്പൊ ഈ കുട്ടീനെ പിടിച്ച് ലേഖിക ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവളുടെ കണക്ക് പുസ്തകം നോട്ട് എടുക്കുക ചെയ്യുന്നത്. നോട്ട് എടുക്കണം. तो उसमें लड़की से लिखी हुई तुकबंदियां लेती है. അതിൽ നിന്ന് ഇവൾ എഴുതി വെച്ചിട്ടുള്ള കുറച്ച് കവിതകളാണ് എടുക്കുന്നത്. കവിതകൾ എടുക്കുന്നു. और उस लड़की के हाथ पकड़कर हर कमरे में ले जाकर ഈ അപരാധിക്ക് സാർവജനിക ഘോഷണ കർദി ഹെ. എന്നിട്ട് എന്ത് ചെയ്തു? അങ്ങനെ അവളുടെ പുസ്തകത്തിൽ തന്നെയാണ് കവിത എഴുതി വെച്ചിട്ടുള്ള, കണക്കിന്റെ നോട്ടിലാണ്. എന്നിട്ട് ഇവളെ കൈ പിടിച്ചു വലിച്ചു കൊണ്ടിട്ട്, ഈ കൈ പിടിച്ചു വലിച്ച കുട്ടി ഉണ്ടല്ലോ, അവളുടെ കൂട്ടുകാരി ആയിരിക്കാം, കൂട്ടുകാരി ആവുന്നു എന്ന് പറയുന്നേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് എല്ലാ ക്ലാസ്സിലും കൊണ്ട് ഇവളെന്തോ വലിയൊരു അപരാധം ചെയ്ത മാതിരി എല്ലാവർക്കും കാണിച്ചു കൊടുക്കുക, കണക്ക് പുസ്തകത്തിലെ കവിത എഴുതി വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ട് കാണിക്കുന്നു. और लड़की के हाथ पकड़कर हर कमरे में जाकर इस अपराध की सार्वजनिक घोषणा कर देती. എല്ലാവരോടും അങ്ങോട്ട് വിളംബരം ചെയ്തു. ऐसा करने का कारण क्या ये है कि उस युग में कविता रचना अपराध थी. അങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താ? കാലത്ത് കവിത എഴുതുക എന്ന് പറഞ്ഞാൽ വലിയൊരു അപരാധം ചെയ്തതിന് തുല്യമാണെന്നാണ് ലേഖിക പറയുന്നത്. കൊയ് തുക്ക് ജോഡത്തെത്തോ കവിത ലിഖ്ത ഹെ. അതായത് തുക്ക് എന്ന് പറഞ്ഞാൽ കവിത എന്നുള്ള അർത്ഥമല്ലോ കേട്ടോ. കവിത എഴുതി കഴിഞ്ഞാൽ ലോക് മുഖ് സിഗുഡ കത്തെത്ത. കുട്ടി കവിത എഴുതുന്ന ആളായിരുന്ന മുഖം തിരിച്ച ആൾക്കാർ കവിതയോ എന്ന് ചോദിച്ചിട്ട് മുഖം തിരിക്കുന്ന കാലമായിരുന്നു അന്ന്. മാനോ ഉനെ കോയി തുക്ക് കോയി തിക്ത് പീന പടാഹ. എന്തോ ഒരു നമ്മളറിയില്ലേ കഷായം കുടിച്ച പോലത്തെ ഒരു അവസ്ഥ എന്ന്, അതാണ് ആ തിക്ത് പീന എന്ന് പറയുന്നത്. തിക്ത് എന്ന് പറഞ്ഞാൽ കയ്പുള്ളത്. അങ്ങനത്തെ എന്തോ ഒരു സാധനം കുടിച്ച പോലത്തെ ഒരു ഭാവം വരും ഇങ്ങനെ അവൾ കവിത എഴുതുന്നവളാണ് എന്ന് പറഞ്ഞാലെന്നാ കവി പറയുന്നത്. कवि ने कवित्री ने पीना पढ़ा हो. लेखिका ने सुभद्रा के कविता की കിതാബ്, അതായത് ഗണിത പുസ്തകത്തിലാണ് എഴുതിയതെന്ന് പറഞ്ഞില്ല, ആ പുസ്തകം എടുത്തിട്ട് സബ്കോ ദിഖാ ദിയ. ആ കവിത എഴുതിയത് മറച്ചെല്ലാവർക്കും കാണിച്ചു കൊടുത്തു. സുഭദ്ര കോ യഹി ദുഃഖ് കി ബാത് ഹുയി. ഇസി ഘടന കെ ബാദ് ദോനോ സാത്തി ബൻ ഗയ. സുഭദ്രാകുമാരിക്ക് ആദ്യം മഹാദേവി വർമ്മയോട് ഇത്തിരി ദേഷ്യമൊക്കെ തോന്നിയെങ്കിലും ശരി, പിന്നീട് രണ്ടുപേരും ആരായിത്തീർന്നു? കൂട്ടുകാരായിത്തീർന്നു. അപ്പൊ ഇസി പ്രകാർ ഗോപിക ബൻകർ കൃഷ്ണ കാ ഘോജ് में സുഭദ്ര വൻ ചല ഗയ. അപ്പൊ ആ ഒരിക്കല് ഈ സുഭദ്രാകുമാരിയുടെ ജീവിതത്തിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് ഉറച്ച ആദർശമുള്ളവരായിരിക്കും, ഉറച്ച എന്താ പറയാ ഒരു ഭാവം, ഞാൻ ഇന്നതേ ചെയ്യൂ, ഇന്നതേ പറയുള്ളൂ, ഇന്നതേ കാണിക്കുള്ളൂ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ ധൈര്യമുള്ള ഒരു കുട്ടിയായിരുന്നു ചെറുപ്പം മുതൽക്ക് സുഭദ്രാകുമാരി ചൗഹാൻ എന്ന് പറയുന്നത്. അങ്ങനെ കുട്ടിക്കാലത്ത് പശുക്കളെ മേക്കാൻ പോയി. പശുക്കളെ മേക്കാൻ പോയപ്പോഴേ ആരായി? ഗോപിക ബൻകർ, ഒരു ഗോപിക ആവാൻ മോഹം. അത് നിങ്ങൾ ഉത്തരേന്ത്യയിൽ പോയാൽ നിങ്ങൾക്കറിയാം, വൃന്ദാവനത്തിൽ ആ ഭാഗത്തേക്കൊക്കെ ചെന്നാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കും അങ്ങനെ ആവാൻ തോന്നും. ഒരു ഗോപികയായിട്ട് ആ വൃന്ദാവനത്തിലൊക്കെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാനൊക്കെ തോന്നും കേട്ടോ. നമ്മളാരും പോണ്ട, പോയിട്ട് ഗോപിക ആവാൻ നിൽക്കല്ലേ. ഗോജുമേ സുഭദ്ര വൻ ചലകയ. അങ്ങനെ കുട്ടികളുടെ കൂടെ ഒരു ഗോപികയായിട്ട് വനത്തിലേക്ക് കാട്ടിലേക്ക് പോയിട്ട് എന്താ ചെയ്ത? അന്തേരെ ഓനെ പർ ബി ഗർ നെയ് പഞ്ചി. രാത്രിയായിട്ട് കുട്ടീനെ വീട്ടിലേക്ക് തിരിച്ചു കണ്ടില്ല. അപ്പൊ എന്താ? ഗർ വാലെ ഗ്വാലൻസെ പൂച്ചത്തെ ഗോജന ആരംഭിക്കുക. അപ്പൊ കൂടെ പോയ ഗ്വാലന്മാര് പറഞ്ഞാൽ ഇടയ കുട്ടികളൊക്കെ വീട്ടിൽ തിരിച്ചെത്തി. അപ്പൊ അവരോടൊക്കെ ചോദിച്ചപ്പോ ആരും കണ്ടില്ലെന്ന് പറഞ്ഞു. പിന്നെ വീട്ടുകാരെന്താ ഗോജ് കത്തയെ വൻ ചലകയ. അവരിനെ തെരഞ്ഞുകൊണ്ട് വനത്തിലേക്ക് പോവാണ് ചെയ്യുന്നത്. തോ ഇസി പ്രകാർ ഗോജന ആരംഭിക്കുക. അന്ത് മേ അന്തേരെ കരിയില് വൻ മേ ഉനപ്പായ. ഒടുവില്
വീട്ടുകാരൊക്കെ അന്വേഷിച്ച് ഘോര വനത്തിന്റെ ഉള്ളിൽ വെച്ച് നമുക്ക് सुभद्रा कुमारी चौहान किटाണ് ചെയ്യുന്നത്. इसी प्रकार सुभद्रा जी के जिंदगी के अनेक विशेष बातों का संस्मरण लेखिका ने इस पाठ में किया है. ഇതുപോലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് ഈ ലേഖനത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. ജയിൽവാസ് പതി का स्वभाव സാമൂഹിക സേവ ആദ്യാധിക, അതായത് പതിയോടുള്ള പെരുമാറ്റം, അതാ അവർക്ക് അവരുടേതായിട്ടുള്ളൊരു തത്വം ഉണ്ടല്ലോ, ആ തത്വത്തിൽ അപ്പുറത്തേക്ക് ഭർത്താവ് പറഞ്ഞാലും അനുസരിക്കില്ല എന്നർത്ഥം. പിന്നെന്താ, ജയിൽവാസം, ചെറിയ കുട്ടീനെയായിട്ടാണ് ജയിലിൽ പോകുന്നത്, അങ്ങനെയുള്ളത്. പിന്നെ സാമൂഹിക സേവ, സമൂഹത്തിന് വേണ്ടി തന്റെ ജീവൻ തന്നെ അർപ്പിച്ച വ്യക്തിയാണ് സുഭദ്ര കുമാരി ചൗഹാൻ. അപ്പോൾ ഏക് ചിത്ര ഹമാരെ സാമനെ ഉതർത്തി ഹൈ, അങ്ങനെയുള്ളൊരു നല്ലൊരു ചിത്രമാണ് നമുക്ക് സുഭദ്ര കുമാരിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഈ ലേഖനത്തിലൂടെ കിട്ടുന്നത്.